നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുളപ്പിക്കാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ജാതിക്കായ വെച്ചതിൽ കുറച്ചൊക്കെ മുളച്ചിട്ടുണ്ട്. എല്ലാം മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 മാസത്തിന് മേളിലായി. ഏകദേശം ഒരു 2-3 മാസം എടുക്കും അത്യാവശ്യം 3-4 ഇലയൊക്കെ വരാനായിട്ട്. അപ്പോൾ ഒരു 2-3 തൈകൾ 3-4 ഇല ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ട്രെയിൽ നിന്ന് എടുത്തിട്ട് വേറെ കൂടയിലേക്ക് മാറ്റാൻ പോകണം. ഇതാണ് നമ്മൾ പാവിയ ട്രേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ചെറുത് മുളച്ചു തുടങ്ങിയാണ്. ഇവിടെ മുളച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഓരോ 2-3 ഇലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ ഇലയായി. ഒരു 3-4 നമ്മൾ വേറെ പറിച്ച് മാറ്റി നട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അത് കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇത് പറിക്കാനായിട്ട് ഇനി ഈ ട്രെയിലായ കാരണം ഇത്രയും വലിപ്പം വന്നാൽ മതി. ഒരുപാട് വലിപ്പം വരാൻ ഇതിൻ്റെ തായ്വേര് താഴേക്ക് പോകേണ്ടത് വളഞ്ഞു പോകും. അപ്പോൾ അതിനുവേണ്ടി ഇത് പറിച്ചെടുക്കാം. നമുക്ക് പതുക്കെ ഒന്ന് നനച്ചിട്ട് ഒന്ന് പതുക്കെ പൊക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഈ ജാതിത്തൈ മുളപ്പിക്കാൻ വേണ്ടി ഈ ഒരു സൈസിലുള്ള കൂടയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കൂടയാണ്. അപ്പം നമ്മളുടെ തൈ കുറച്ച് വലുതാവണം, എന്നാലാണ് നമുക്ക് അതിൽ ബഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അല്ലാതെ ഡയറക്റ്റ് ബഡ് ചെയ്യാതെ തന്നെ നാടൻ തൈയായിട്ട് നടാം. ഇപ്പോൾ നമ്മൾ ബഡ് ചെയ്യാനുള്ള തൈയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ കവറെടുത്തു. ഈ മണ്ണ് നമ്മൾ കുറച്ച് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മണ്ണ് കൂടയിലേക്ക് മാറ്റുകയാണ്. നടുമ്പോൾ ഈ തായ്വേര് ഫുള്ള് മണ്ണിൻ്റെ ഇടയിലേക്ക് പോകണം. ഈ ജാതിക്കായ ഉള്ളതിൻ്റെ മുകളിൽ വരെ മണ്ണ് വേണം. അത് കൈ വെച്ച് പതുക്കെ താഴ്ത്തിയിട്ട് ഇപ്പോൾ ഇത് ഏകദേശം കണ്ട ജാതിക്കായ ഈ ലെവലിലിരിക്കുന്നു. ഇനി മണ്ണിട്ട് കൊടുക്കുക. ഇത് നടുമ്പോൾ അത്യാവശ്യം തായ്വേരൊക്കെ താഴേക്ക് പോകാൻ കണക്കിന് നട്ടു കൊടുക്കുക. ഈ മണ്ണ് ഏകദേശം ഒരു 3/4 ഭാഗം മതി. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം വളമൊക്കെ ഒഴിച്ചു കൊടുക്കാനൊക്കെ ഉള്ള സ്പേസ് വേണം. അതിനുവേണ്ടിയാണ് കുറച്ച് ബാലൻസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം മണ്ണ്, ഒരു ചെറിയ ഗ്യാപ്പ് മണ്ണ് ഉള്ളിൽ വെച്ച് നിർത്തുക. ഫുള്ള് കവർ ചെയ്തിട്ടെടുത്ത് വലിയ തൈകളായിട്ട് ബഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വലിയ കൂടകൾ എടുത്തിട്ട് അതിൽ മണ്ണിട്ടിട്ട് ഇതുപോലെ നട്ടാൽ മതി. അപ്പോൾ ആ തൈ വലുതായതിനു ശേഷം, നന്നായിട്ട് വലുതായതിനു ശേഷം എപ്പോഴാണ് നമുക്ക് ബഡ് ചെയ്യേണ്ടത് ആ ടൈമിൽ നമുക്ക് ബഡ് ചെയ്യാം. ചില നഴ്സറിക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു തൈ വന്നിട്ട് ഒരു 2 അടിയൊക്കെ ഹൈറ്റ്, 2-2.5 അടിയൊക്കെ ഹൈറ്റ് എത്തി കഴിയുമ്പോഴാണ് കുറച്ച് ഹൈറ്റിലായിട്ട് ബഡ് ചെയ്ത് കൊടുക്കുന്നത്. ചില നഴ്സറിക്കാർ ഒരു 1.5 അടിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും തൈ ഒരു 1.5 അടി ഹൈറ്റ് ആകുമ്പോഴേക്കും അവർ 5-6 മാസത്തിനുള്ളിൽ തന്നെ ബഡ് ചെയ്യും. ജാതിത്തൈ പാകിയതിന് ശേഷം നമ്മൾ ഈ ജാതിത്തൈകൾക്ക് ഒരു 2 ഇല വന്നതിന് ശേഷം, 2 ഇല നന്നായിട്ട് വിടർന്ന് വന്നതിന് ശേഷം അത് പറിച്ച് നമുക്ക് നമ്മളുടെ കൂടയിലേക്ക് മാറ്റിയിടാം. അത് ഒരു 4 ഇലയായാലും കുഴപ്പമില്ല, കുറച്ചുകൂടി വലുതായിട്ട് വേണമെങ്കിലും പറിക്കാം. പക്ഷെ ട്രേ ആയ കാരണമാണ് നമ്മൾ ഒരുപാട് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മൾ താഴെ മണലിലാണ് പാകുന്നതെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് നോക്കി എടുക്കാവുന്നതാണ്. ഇത് പക്ഷെ ട്രേയുടെ അടിയിൽ, ട്രേ കാരണം അടിയിൽ വേര്, നമ്മുടെ തായ്വേരും വേരുകളൊക്കെ വളഞ്ഞു കൂടി. ഒരു 5-6 തൈ ഇപ്പോൾ കവറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത് തൈകൾ വലുതായതിനു ശേഷം നമുക്ക് ബഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ തൈകൾ നമ്മൾ ബോഡമിശ്രിതമൊക്കെ അടിക്കുമ്പോൾ ചെറുതായിട്ട് ഇതിനും ബോഡമിശ്രിതം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്, ഫംഗൽ ബാധയൊന്നും വരാതിരിക്കാൻ തൈകൾക്ക്. തൈകളിപ്പോൾ നമ്മൾ കൂടയിലേക്ക് മാറ്റിയത് ഇപ്പം തന്നെ നമ്മൾ വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കണ്ട. നമ്മൾ നനച്ചു കൊടുക്കുക, എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക, നല്ല തണലത്ത് വെക്കുക. ഇപ്പോൾ ഈ തൈ ഒന്ന് വളർന്നു വരുന്നവരെ, കുറച്ചൊന്ന് വളർന്നു വരുന്നവരെ, വേരൊക്കെ പിടിക്കുന്നവരെ അത്യാവശ്യം തണലുള്ളിടത്ത് വെക്കുക. നേരെ വെയിലത്ത് കൊണ്ടൊന്നും വെക്കരുത്. പിന്നെ നമ്മൾ ഈ തൈകൾ പറിച്ച് മാറ്റി നടുന്നത് വൈകിട്ട് സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ വൈകിട്ട് സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രാത്രി നമുക്ക് ഫുള്ള് കിട്ടും. അപ്പോൾ ആ തൈകൾക്ക് കുറച്ചുകൂടി ഉഷാറായിട്ട്. നമ്മൾ ജാതിത്തൈകൾ നമ്മളുടെ ഈ കൂടയിലേക്ക് മാറ്റി. ഇപ്പോൾ വലിപ്പം വെച്ച ജാതിത്തൈകളാണ് നമ്മൾ ഈ കൂടയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി നമ്മളുടെ പായിരിക്കുന്നതിൽ 2 ഇലയൊക്കെ വന്നു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത കൂട എടുത്ത് അതിലേക്ക് നമ്മൾ മാറ്റും. അപ്പോൾ ഇനിയുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോൾ നമുക്ക് ബഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു 6 മാസത്തിന് ശേഷമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു തട്ട് വന്നതിന് ശേഷം പിന്നെ കൊമ്പ് വന്ന് രണ്ടാമത്തെ തട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് ബഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഈ ചെറുവിരലിൻ്റെ വലിപ്പമൊക്കെ വരും. അപ്പോൾ ആ ടൈമിലേക്ക് ഇതൊന്ന്
നമ്മൾ പറിച്ച് നട്ടതിന് ശേഷം ഒന്ന് എല്ലാ ദിവസവും ചെറുതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലെറി, ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ചാണകത്തിൻ്റെ സ്ലെറിയോ അല്ലെങ്കിൽ ആട്ടുംകാട്ടം വെള്ളത്തിലിട്ട് അലിയിച്ചിട്ട് അതിൻ്റെ സ്ലെറി ഒഴിക്കുക. അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റുകളുടെ ഒരു ഡ്രമ്മിലിട്ടിട്ട് അതിൽ നിന്ന് വരുന്ന സ്ലെറി എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ആ സ്ലെറി നമ്മൾ ഇവിടെ ചെയ്യുന്നത് നമ്മളുടെ പച്ചക്കറി വേസ്റ്റിൽ നിന്നാണ്. അപ്പം നമ്മൾ ആ സ്ലെറി എടുത്ത് ഇതിന് ഒരു 2-3 ദിവസത്തിന് ഗ്യാപ്പിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെടി പെട്ടെന്ന് കയറി പോന്നോളും. വേറെ വളങ്ങൾ കൂടുതലായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.